ഹായ്, വെച്ച കോഴീന്റെ മണം. വെന്ത് കഴിഞ്ഞാൽ ഒരു 2 കഷ്ണം തരിക, അതില്ല. എന്തായാലും ചോദിച്ചാൽ തരില്ല. കട്ടെടുത്ത് തിന്ന, അല്ലെങ്കിൽ എല്ല് പോലും കിട്ടില്ല. മൊത്തം ഈ ചെറുക്കൻ തിന്നു. ഇവിടെ ഞാനൊരു കസേര വെച്ചതാണല്ലോ, അപ്പോഴേ കഥയെടുത്ത് മേശന്റെ അടി കൊണ്ടുപോയി തിരികെ വെച്ച്. ഇനി ഞാൻ എങ്ങനെ സ്ലാബിന്റെ മുകളിൽ വലിഞ്ഞു കയറും? ഫുൾ ടൈം എന്നെ നോക്കിയിരുന്നു, വേറെ ഒരു പണിയുമില്ല. ഈ ചെറുക്കൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറി വന്ന് എന്തെങ്കിലും കുറിച്ച് എന്നെ നോക്കി നിൽക്കും. ഇവിടെ ഡ്രൈ ഫുഡ് പോലും കിട്ടിയിട്ടില്ല. എങ്ങനെ കിട്ടും? മിക്കവാറും എന്റെ ഡ്രൈ ഫുഡ് രാവിലെ 10 മണി ചായക്കുള്ള മിക്സറാണെന്ന് പറഞ്ഞ് അവൻ തന്നെ എടുത്ത് നിന്ന് കാണും. ഈ പണ്ടാരം പിടിച്ച സ്ലാബിന്റെ മുകളിലാണെങ്കിലുള്ള പാത്രങ്ങൾ മൊത്തം നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിക്ക് വെച്ചൂടെ? എങ്ങാനും ചാടിക്കേറി ഏതെങ്കിലും പാത്രം നിരത്തി കൊണ്ട് ഒച്ചയുണ്ടാക്കി മനുഷ്യനെ മാറ്റിക്കും. ആരെങ്കിലും കയറി വന്നാൽ കള്ളനാണെന്നുള്ള പേരാണ് ബാക്കി. അല്ലേലും വിശപ്പിന്റെ അസുഖം മൂലം എന്തെങ്കിലും എടുത്തു നിന്നവർക്ക് സമൂഹം വിട്ടുകൊടുത്ത പേരാണല്ലോ കള്ളൻ. ഈ സ്ഥലം കൊള്ളാം, ഇവിടെ ചാടാം. യെസ്, റീച്ച്ഡ് സേഫ്ലി. ഇതെന്താണ്? ഉണക്കമീനോ? പുല്ല്, ഉണങ്ങിയ കറിവേപ്പില. അല്ല, കറിവേപ്പിലയും കാന്താരി മുളകും തട്ടിയിട്ട് മനുഷ്യന് വഴി നടക്കാൻ വയ്യ. ഇതൊക്കെ ഒന്ന് മാറ്റി. അയ്യോ, തൂക്കി. എടാ വീടടാ, എന്നെ നീയായിട്ട് എനിക്ക് ഒന്നും തിന്നാൻ തരില്ല. ഞാനെങ്കിലും എന്തെങ്കിലും എടുത്ത് തിന്നോട്ടടാ. അതിനിടക്ക് ഉമ്മ വെക്കുന്ന അവന്റെ അസ്ഥാനത്തുള്ള സ്നേഹപ്രകടനം. വീടടാ, ആ കറിയിൽ ഉപ്പുണ്ടോന്നെങ്കിലും ഞാൻ നോക്കട്ടടാ. എന്നെ വിടടാ. ഓ, ഇവന്റെ ഈ ഒരു കുത്തിരോമം തട്ടിയിപ്പ് മുഖം മൊത്തം ചൊറിഞ്ഞു വരുന്നു. വീട്ടടാ എന്നെ. എന്റെ ഡാഡി തറഞ്ഞാലുണ്ടല്ല, ഡ്രൈ ഫുഡും തരില്ല, വെറ്റ് ഫുഡും തരില്ല, ചിക്കനും തരില്ല. എന്ത് നാളിയാണ് നീ? എന്റെ ഇന്നത്തെ ദിവസവും തേഞ്ഞ്